സമൂഹത്തെ സമഗ്രമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വറ്റാത്ത പ്രചോദനമാണ് അയ്യങ്കാളിയുടെ സ്മരണ. ജാതി വിവേചനത്തിൻ്റെയും ചൂഷണത്തിൻ്റെയും അടിച്ചമർത്തലിൻ്റെയും വ്യവസ്ഥകൾ മനുഷ്യത്വരഹിതമാക്കി തീർത്ത സമൂഹത്തെ മനുഷ്യത്വം ഉൾച്ചേർത്ത് നവീകരിച്ചെടുക്കുന്നതിൽ, സമൂഹത്തെ പുരോഗമന സ്വഭാവമുള്ളതാക്കുന്നതിൽ മഹാത്മാ അയ്യങ്കാളിയെപ്പോലുള്ളവർ വഹിച്ച പങ്ക് ചരിത്രപരമായി പ്രാധാന്യമുള്ളതാണ്. നിസ്വാർത്ഥമായി, ത്യാഗപൂർണമായി, യാതനാനിർഭരമായി നീങ്ങിക്കൊണ്ട് സമൂഹത്തെ ഉദ്ധരിക്കാൻ നിർണായകമായ ഒരു ചരിത്ര ഘട്ടത്തിൽ പൊതുജീവിതത്തിലേക്ക് ഇറങ്ങിയ ഒരു നിര പ്രമുഖർ നമുക്കുണ്ട് എന്നത് കേരളത്തിൻ്റെ വലിയൊരു ധന്യതയാണ്, അഭിമാനമാണ്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, അയ്യാവൈകുണ്ഠൻ, ചട്ടമ്പി സ്വാമികൾ, ബ്രഹ്മാനന്ദ ശിവയോഗി, വാഗ്ബടാനന്ദൻ, മക്തി തങ്ങൾ, പണ്ഡിറ്റ് കറുപ്പൻ, വേലുക്കുട്ടി അരിയൻ, പൊയ്കയിൽ കുമാരഗുരു, ചാവറയച്ചൻ, എബ്രഹാം മൽപ്പാൻ, ഇങ്ങനെ ഒട്ടേറെ പേർ വ്യത്യസ്ത ഘട്ടങ്ങളിൽ, വ്യത്യസ്ത രീതികളിൽ, വ്യത്യസ്ത വിഭാഗങ്ങളിൽ പുരോഗമനത്തിൻ്റെ വിത്ത് വിതക്കാൻ ഇടപെട്ടു. ഇവരുടെയെല്ലാം അർപ്പണബോധത്തോടെയുള്ള പ്രവർത്തനമാണ് കേരളത്തെ നവീകരിച്ചത്. ഇവിടുത്തെ സാമൂഹ്യ ജീവിതത്തെ ജീവിതയോഗ്യമാക്കിയതും അതിൻ്റെ ഫലമായി തന്നെയാണ്. എന്തിനധികം മനുഷ്യാവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നതിന് പോലും ഇങ്ങനെയുള്ള മഹത്തുക്കൾ വലിയ സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. നരൻ അശുദ്ധ വസ്തു എന്നത് നിയമമായിരുന്ന ഘട്ടത്തിൽ എവിടെയായിരുന്നു മനുഷ്യാവകാശം? എവിടെയായിരുന്നു ജനാധിപത്യ അവകാശം? ആ അവകാശങ്ങളൊന്നും സ്വയമേവ വന്നതോ ഏതെങ്കിലും അധികാരസ്ഥാനങ്ങൾ ദയാപൂർവം സ്വർണത്താലത്തിൽ വെച്ച് നീട്ടിയതുമല്ല. അധസ്ഥരെന്ന് മുദ്രകുത്തപ്പെട്ട് നീക്കി നിർത്തപ്പെട്ടവർ പൊരുതി നേടിയെടുത്തത് തന്നെയാണ്. അവ നേടിത്തരാൻ വേണ്ടി പൊരുതിയവരെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വന്നു തെളിയുന്ന മുഖങ്ങളുണ്ട്. ഒരു സംശയവുമില്ല, അതിലൊന്ന് മഹാത്മാ അയ്യങ്കാളിയുടേതാണ്. അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അകറ്റി സമുദായത്തെ ആന്തരികമായി നവീകരിക്കുന്നതിൽ അയ്യങ്കാളി വഹിച്ചിട്ടുള്ള പങ്ക് ചരിത്ര പ്രാധാന്യമുള്ളതാണ്. പിൽക്കാലത്ത് തൊഴിലടിസ്ഥാനത്തിലുള്ള ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിലേക്കും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളിലേക്കും സമൂഹത്തിന് എത്താൻ കഴിയുന്ന വിധത്തിൽ രാഷ്ട്രീയ ബോധം വളർത്തുന്നതിൽ വലിയ സംഭാവനയാണ് അയ്യങ്കാളിയുടെ പ്രവർത്തനങ്ങൾ നൽകിയത്. പുതിയ കാലത്ത് ജാതിയുടെയും മതത്തിൻ്റെയും അടിസ്ഥാനത്തിൽ സാമൂഹ്യ ഐക്യത്തെ ഛിദ്രമാക്കാനുള്ള വലിയ ശ്രമങ്ങളാണ് ഉണ്ടാകുന്നത്. അവയെ ചെറുത്ത് ഐക്യം കാത്തു സൂക്ഷിക്കുക
എന്നതാണ് അയ്യങ്കാളിയുടെ സ്മരണക്ക് നൽകാവുന്ന ഏറ്റവും വലിയ ആദരാഞ്ജലി. മതാടിസ്ഥാനത്തിൽ ജനങ്ങളെ ഭിന്നിപ്പിക്കാനും അങ്ങനെ വർഗീയ കലാപങ്ങളിലേക്ക് വരെ നാടിനെ തള്ളിവിടാനുമുള്ള സ്ഥാപിത താൽപ്പര്യക്കാരുടെ ശ്രമങ്ങൾ നാം കാണാതിരിക്കരുത്. അതിനെ ചെറുക്കാൻ പ്രചോദനം നൽകുന്നതാണ് അയ്യങ്കാളി അടക്കമുള്ളവരുടെ ചരിത്രപരമായ ഇടപെടലുകൾ. സഞ്ചാര സ്വാതന്ത്ര്യത്തിനായി കേരളത്തിൽ നടന്ന പോരാട്ടങ്ങളുടെ പരമ്പരയ്ക്ക് തുടക്കം കുറിക്കുന്നതായിരുന്നു ധീരോദാത്തമായ വില്ലുവണ്ടി സമരം. 1893 അത്. ജാതിക്കതീതമായി മനുഷ്യാവസ്ഥയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുന്നതും വർണ്ണവിവേചനത്തിൻ്റെ കോട്ടകളിൽ നടുക്കം സൃഷ്ടിക്കുന്നതുമായ ചരിത്രപരമായ അനിവാര്യതയായിരുന്നു ആ വില്ലുവണ്ടി യാത്ര.